കേരള പോലീസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 13 ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഓത്ത് ടേക്കിംഗ് സെറിമണിയിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പരേഡ് കമാൻഡർ ശ്രീ സജീഷ് AK പരിശീലനം പൂർത്തിയാക്കിയ 13 ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾമാരെ മനോഹരമായ ഈ ചടങ്ങിലേക്ക് ആനയിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ COVID-19 എന്ന മഹാമാരിക്ക് മുൻപിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ്. ഓരോ ദിവസവും ഉയരുന്ന രോഗവ്യാപനത്തോതും മരണനിരക്കും നടുക്കമുളവാക്കുന്ന വാർത്തകളായി നമ്മുടെ കാതുകളിൽ പതിച്ചുകൊണ്ടേയിരിക്കുന്നു. ആശ്വാസമേകുന്ന വാർത്തകൾ ഇല്ല എന്ന് തന്നെ പറയാം. 31ാമത് ബാച്ചിലെ 13 ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾമാരുടെ ഓത്ത് ടേക്കിംഗ് സെറിമണിയാണ് മഹാമാരി സൃഷ്ടിച്ച അസാധാരണമായ സാഹചര്യത്തിൽ ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് പരിശീലനം പൂർത്തിയാക്കിയ ഡ്രൈവർ പോലീസ് കോൺസ്റ്റബിൾമാരിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരാളും +2 യോഗ്യതയുള്ള 7 പേരും SSLC യോഗ്യതയുള്ള 5 പേരും ഉണ്ട്. ഇവരിൽ 2 പേർ മുൻപ് ഗവൺമെന്റ് വകുപ്പിൽ ജോലി ചെയ്തിരുന്നവരുമാണ്. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച് പരേഡ് കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ സജീഷ് AK കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ ഫറൂഖ് ദേശത്ത് നീനു നിവാസിൽ ശ്രീ AK വസന്തന്റെയും ശ്രീമതി സുനിതയുടെയും പുത്രനാണ്. ഈ പാസിംഗ് ഔട്ട് പരേഡിന് രാഗഭാവ ലയ ഭംഗി പകരുന്നത് ബാൻഡ് മാസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശ്രീ പ്രദീപ് കുമാർ K നയിക്കുന്ന മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ബ്രാസ് ബാൻഡ് വാദ്യ സംഘമാണ്. ഇന്നത്തെ ചടങ്ങിൽ ADGPയും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുമായ ഡോക്ടർ B സന്ധ്യ IPS അവരുകൾ മുഖ്യാതിഥിയായി ഡൈസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. ഈ സമയം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിങ് കേരള പോലീസ് അക്കാദമി ശ്രീ നീരജ് കുമാർ ഗുപ്ത IPS അവരുകൾ ഡൈസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും. ഈ സമയം ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ഡോക്ടർ B സന്ധ്യ IPS അവരുകൾ ഡൈസിലെത്തി സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കും.
ദിനത്തിൽ സേനാംഗങ്ങളുടെ കേരള പോലീസിന്റെ പോലീസ് അക്കാദമിയുടെ പതാകകളുടെ അകമ്പടിയോടെ ദേശീയ പതാക ഈ ചടങ്ങിലേക്ക് ആനയിക്കപ്പെടും. സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ ദേശീയ പതാകയ്ക്ക് ആദരവർപ്പിച്ച് ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോട് നാഷണൽ സല്യൂട്ട് നൽകുന്നതാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരസൂചകമായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കേണ്ടത്, യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥർ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ്. ഹിമാലയത്തിലെ മഞ്ഞുതുള്ളികൾ മുതൽ കന്യാകുമാരിയിലെ കടൽ തിരമാലകൾ വരെ വന്നിക്കുന്ന കഴിഞ്ഞുപോയ ഒരു തലമുറയുടെ ആശയവും ആവേശവുമായിരുന്ന എത്രയോ ധീര ദേശാഭിമാനികൾ മാറോട് ചേർത്ത് പുണർന്ന ഭാരതീയ ദേശസ്നേഹത്തിന്റെ പ്രതീകമായ അശോക ചക്രാങ്കിത ത്രിവർണ്ണ പതാകയെ സാക്ഷിയാക്കി വർഗവർണ്ണ ജാതി മത കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങളും മൗലിക രാശികളും മാനിച്ചുകൊണ്ട് നിയമാനുസൃതമായി സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ ഇവർ ഈ സമയം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇവർക്കുള്ള സത്യപ്രതിജ്ഞാ വാചകം ബഹുമാനപ്പെട്ട കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഔട്ട്ഡോർ ശ്രീ DK സുബ്രഹ്മണ്യൻ അവർ ചൊല്ലിക്കൊടുക്കും. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്കതീതമായി എൻ്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച് ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസ് സേനയുടെ അന്തസ്സിന് ചേരുന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു.
അടുത്തതായി നടക്കുന്നത്. ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ പോലീസ്, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ഡോക്ടർ ബി സന്ധ്യ IPS അവരുടെ പുരസ്കാര വിതരണത്തിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. COVID-19 പശ്ചാത്തലത്തിൽ നിലവിലുള്ള പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് വിജയികൾ ഈ സമയം ട്രോഫികൾ സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഇൻഡോർ ബേസിൽ ജോസഫ്. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച് ബെസ്റ്റ് ഇൻഡോറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബേസിൽ ജോസഫ് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് താലൂക്കിൽ തെക്കേ വാഴക്കുളം ദേശത്ത് ഉറുമത്ത് വീട്ടിൽ ശ്രീ OP ഔസേപ്പിന്റെയും ശ്രീമതി ബെനീന ജോസഫിന്റെയും പുത്രനാണ്. ശ്രീ ബേസിൽ ജോസഫ് ഈ സമയം ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഔട്ട്ഡോർ ദിനോം കെ. പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച് ബെസ്റ്റ് ഔട്ട്ഡോറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ദിനോം കെ ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ തകഴി ദേശത്ത് ദീപാസദനത്തിൽ ശ്രീ K കരുണാകരന്റെയും ശ്രീമതി കുഞ്ഞുമോളുടെയും പുത്രനാണ്. ഈ സമയം ശ്രീ ദിനോം ട്രോഫി സ്വീകരിക്കുന്നു. ബെസ്റ്റ് ഓൾറൗണ്ടർ ബേസിൽ ജോസഫ്. പരിശീലന കാലയളവിൽ സമസ്ത മേഖലകളിലും മികവ് തെളിയിച്ച് ബെസ്റ്റ് ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബേസിൽ ജോസഫ് ഈ സമയം 31ാമത് ബാച്ചിലെ ബെസ്റ്റ് ഓൾറൗണ്ടർക്കുള്ള ട്രോഫി സ്വീകരിക്കുന്നു. ഈ സമയം വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ഡോക്ടർ ബി സന്ധ്യ IPS അവർ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. പ്രിയപ്പെട്ട DIG ശ്രീ നീരജ്, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയമുള്ള ഇന്ന് പാസ് ഔട്ട് ആവുന്ന ഡ്രൈവർ പോലീസ് കേഡറ്റ്സ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പോലീസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിനമാണ്. വളരെ വിഷമം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പരിശീലനം പൂർത്തിയാക്കി ഓരോ ബാച്ചിലെയും പുറത്തേക്ക് അയക്കുക എന്നുള്ളത് വളരെയധികം സാഹസം കുറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയാണ്. അക്കാഡമി വലിയ ആശങ്കയോടെയാണ്
കോവിഡ് കാലത്തെ പരിശീലനം പ്ലാൻ ചെയ്തത്. എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇടയിൽ സാമാന്യം ഭംഗിയായി നിങ്ങളുടെ പരിശീലനം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യജനകമാണ്. ഇനിയുള്ള കാലം ഒരു പോലീസ് ഡ്രൈവർ വാഹനം സംരക്ഷിക്കുകയും ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും സംരക്ഷിക്കുകയും അദ്ദേഹത്തോടൊപ്പം ഏത് പ്രതിസന്ധിയിലും ജോലി ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം ആധുനിക യുഗത്തിന് അനുസൃതമായി മറ്റു സമയങ്ങളിൽ ഉദ്യോഗസ്ഥനാവശ്യമുള്ള ഡിജിറ്റൽ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കൂടി പ്രാപ്തരാകേണ്ടതുണ്ട്. ഇത് പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു മാറ്റം തന്നെയാണ്. ഇത്തരമൊരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലനം നൽകപ്പെടുന്ന ആദ്യ ബാച്ച് കൂടിയാണ് നിങ്ങൾ. അതുകൊണ്ട് ആ പരിശീലനത്തെയും ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനം കൃത്യമായി വേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത് വളരെ സാഹസികമായ ഒരു കർമ്മമായിട്ട് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ വലിയ ലോ ആൻഡ് ഓർഡർ നടക്കുമ്പോൾ കല്ലേറുകൾക്കും ബോംബേറുകൾക്കും ഇടയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മറ്റൊന്നും കൂസാതെ എന്നെ എത്തിച്ചിട്ടുള്ള ചില ഡ്രൈവർമാരുടെ ചിത്രം ഇപ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുകയാണ്. അവരുടെ ധൈര്യവും പ്രത്യുൽപ്പന്നവും ഇല്ലായിരുന്നുവെങ്കിൽ പലപ്പോഴും ആലോചനയുടെ സിറ്റുവേഷൻ ഭംഗിയായി നിർവഹിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. കൊല്ലം ജില്ലയിൽ ഞാൻ SP ആയിരിക്കുമ്പോഴേ ഒരു സംഭവം ഞാൻ ആലോചിക്കുകയാണ്. അന്ന് രണ്ട് വിഭാഗക്കാരുള്ള തമ്മിലുള്ള ഒരു വലിയ വർഗീയ സംഘടന തീരദേശത്ത് നടക്കുകയാണ്. ആ സമയത്ത് ഒരു സംഘടന നേരിടുന്നതിനിടയിലാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ അവർ പ്രസവ വേദനയിൽ കുറയുന്നതായിട്ട് എനിക്ക് വിവരം ലഭിക്കുന്നത്. അന്നത്തെ എന്റെ ഡ്രൈവറായിരുന്ന സ്ഥലം എല്ലാ ധൈര്യവും സംഭരിച്ച് കല്ലേറുകൾക്കും ബോംബേറുകൾക്കും ഇടയിലൂടെ ആ വീട് ലക്ഷ്യമാക്കി എന്നെ കൊണ്ടുപോയി. അവിടേക്ക് മറ്റൊരു പോലീസ് വാഹനത്തിൽ തന്നെ അവരെ ആശുപത്രിയിലേക്ക് ഞങ്ങൾ തന്നെ അകമ്പടിയായി ആ ഭാഗം കടത്തി എത്തിക്കുകയുണ്ടായി. അന്ന് എന്റെ ഡ്രൈവർ ആ ധൈര്യം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ കടപ്പുറം കത്തുന്ന അവസ്ഥയിലേക്ക് ആ സംഭവം എത്തിച്ചേർന്നില്ല. അതുപോലെ ഞാൻ എറണാകുളം റേഞ്ച് അയച്ചായിരുന്ന സമയത്ത് അതീവ ഗുരുതരമായ രണ്ട് സാഹചര്യങ്ങളിൽ ഒന്ന് കുമരകത്ത് ഉണ്ടായ ബസ് അപകടം. യാത്രക്കാരെ കുറച്ചുകൊണ്ട് പോയ ഒരു ബസ് വലിയ ജലാശയത്തിലേക്ക് മറിഞ്ഞ് ഉണ്ടായ ഒരു വലിയ അപകടം. എറണാകുളത്ത് റേഞ്ച് ഓഫീസിൽ ക്രൈം കോൺഫറൻസ് നടത്തുന്നതിനിടയിൽ നിന്ന് കോട്ടയത്തെ കുമരകത്തേക്ക് ഏതാണ്ട് 55 മിനിറ്റിനുള്ളിൽ എന്റെ വാഹനം
അന്നത്തെ എൻ്റെ ഡ്രൈവർ എത്തിക്കുകയുണ്ടായി. ഓരോ സെക്കൻഡിലും വെറും സ്പീഡിൽ ഓടിക്കുന്നതിലല്ല കാര്യം, വളരെ ബുദ്ധിപരമായി ഓരോ സെക്കൻഡിലും അറിയിക്കേണ്ടത് ഏത് പോയിന്റിലെന്ന് അറിയിച്ച് മറ്റു വാഹനങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അപകടവും ഉണ്ടാകാത്ത വിധത്തിൽ അവിടെ എന്നെ അത്രയും പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് മാത്രം ജനങ്ങൾ വളരെ വലിയ തോതിൽ സംഘടിച്ച് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ സംഭവം വരുതിയിൽ നിർത്താനായി. അപ്പൊ അന്ന് ഞങ്ങളുടെ ഒപ്പം ഓടിച്ചുകൊണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ് മൗണ്ട് ചെയ്തിട്ടുള്ള റേഞ്ചിന്റെ വാഹനവും അധികം താമസിക്കാതെ തന്നെ ഞങ്ങളുടെ പിന്നാലെ എത്തിയിട്ടുണ്ടായി. അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ആ ഡ്രൈവർ വളരെ ഭംഗിയായി ആ വലിയ വാഹനം ഏതാണ്ട് ഞങ്ങളുടെ ഒപ്പം എന്ന് പറഞ്ഞതുപോലെ അവിടെ എത്തിച്ചതുകൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ പുല്ലുമേട് സംഭവം ഉണ്ടാകുന്ന രാത്രിയിൽ പുല്ലുമേട് വരെ ആ രാത്രിയിൽ തന്നെ എത്തിക്കുകയും പിന്നീട് അതിന് 48 മണിക്കൂർ ഞങ്ങൾ എല്ലാവരും ആ ഇട്ട യൂണിഫോമോട് കൂടി അവിടെ നിന്ന് ജോലി ചെയ്യുകയുണ്ടായി. ആ സമയത്തൊക്കെ ഉറങ്ങിപ്പോകാതെയും ധൈര്യത്തോടു കൂടിയും ബുദ്ധിമുട്ടുകൾ കടമ്പകൾ ഏറെ ചിലപ്പോൾ വഴിയിൽ കിടക്കുന്ന പല കാര്യങ്ങളും എടുത്തു മാറ്റേണ്ടി വരും. അതുമല്ല എങ്കിൽ നേരിടുന്ന ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വകഞ്ഞ് മുമ്പോട്ട് പോകേണ്ടി വരും. പലപ്പോഴും എതിരെ വരുന്ന വാഹനം ചെറിയ വഴിയായതുകൊണ്ട് മനോർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പോലീസ് ഡ്രൈവറിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളിൽ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഡ്രൈവിംഗ് സ്കിൽ ഇവിടെ വരുന്നതിന് മുമ്പ് നന്നായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സിലക്റ്റഡ് ആയത്. പക്ഷേ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ക്വാളിറ്റി, ആ ക്വാളിറ്റിയാണ് നിങ്ങളെ ഒരു പോലീസ് ഡ്രൈവർ ആക്കുന്നത്. ഡിസിപ്ലിൻ, ഡിഫൻസീവ് ഡ്രൈവിംഗും ഒഫൻസീവ് ഡ്രൈവിംഗും ഒക്കെ ആവശ്യാനുസരണം പുറത്തെടുക്കുകയും ഒപ്പം തന്നെ വാഹനം കൃത്യമായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം ഓടിക്കുകയും ഒപ്പം തന്നെ തങ്ങൾ കൊണ്ടുപോകുന്ന ഓഫീസറുടെ സുരക്ഷിതത്വവും പോലീസ് സേനയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് മാത്രം മറ്റുള്ളവരോട് ഇടപെടുന്നതിനുള്ള ഡിസിപ്ലിൻ നിലനിർത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. അത്തരത്തിൽ ഒരു നല്ല പോലീസ് ഡ്രൈവറായി പോലീസ് സേനയ്ക്ക് മുതൽക്കൂട്ടാവുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എൻ്റെ ഏതൊക്കെ ഡ്രൈവർമാരുടെ ചിത്രം തെളിഞ്ഞു വന്നുവോ അതുപോലെ കേരള പോലീസിലെ ഓഫീസർമാരുടെ മുൻപിൽ നിങ്ങളുടെ ചിത്രം പലപ്പോഴും തെളിഞ്ഞു വരും. ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അത് പോലീസ് ജോലി ആകുമ്പോൾ അതിനെ ഏറ്റവും വലിയ ഒരു മിഷനായിട്ട് തെരഞ്ഞെടുത്ത് നിങ്ങൾ അതിൽ സകലവും സമർപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കാനായിട്ട് ഇടയാവട്ടെ. അങ്ങനെ കേരള പോലീസ് സേനയ്ക്ക് മുതൽക്കൂട്ടായ ഡ്രൈവർമാരായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സരസ്വതി ക്ഷേത്രം പകർന്നു നൽകിയ മന്ത്രങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ ഒരു ജന്മകാലം മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ അനവധി മുഹൂർത്തങ്ങൾ നെഞ്ചിലേറ്റി ഇവർ വിടവാങ്ങുന്നു.